നമസ്തേ. ഇതിനിടയിൽ ഒരു കോള് വന്ന് കട്ടായിപ്പോയി, അതുകൊണ്ടാണ് നമുക്ക് തുടരാൻ കഴിയാതെ വന്നത്. ക്ഷമിക്കുക. വാസ്തുപുരുഷന്റെ ചരിത്രത്തെക്കുറിച്ച്, ജന്മചരിത്രത്തെക്കുറിച്ച് വിഭിന്നങ്ങളായ അഭിപ്രായങ്ങളാണുള്ളത് പല സ്ഥലത്തും. വിശ്വാസ്യവും യുക്തിപൂർവവും പണ്ഡിത അംഗീകാരവുമുള്ള ചരിത്രമാണ് നമ്മൾ എപ്പോഴും അന്വേഷിക്കുക. ശാസ്ത്രഗ്രന്ഥങ്ങളെ പരാമർശങ്ങളിലൂടെ സമീപിച്ചാൽ അസുരനായ വാസ്തുപുരുഷനും അദ്ദേഹത്തിന്റെ അവയവങ്ങളിലെ ദേവതകളെയും ഭാരതീയ നിർമ്മാണ ശാസ്ത്ര സാങ്കേതിക താന്ത്രിക കലകളായി നമുക്ക് കാണാൻ സാധിക്കും. അതിനെക്കുറിച്ച് വളരെ വ്യക്തമായി പറയുന്ന ചില ശ്ലോകങ്ങളുണ്ട്. വളരെ ബലവാനായും മനുഷ്യർക്കും ദേവന്മാർക്കും ഒരുപോലെ ഉപദ്രവകാരിയുമായ ഒരു മഹാരാക്ഷസൻ പണ്ടുണ്ടായിരുന്നു. പരമശിവനും അന്ധകാരകനുമായി നടന്ന് ആ യുദ്ധസമയത്ത് പരമശിവന്റെ ശരീരത്തിൽ നിന്ന് പതിച്ച വിയർപ്പ് തുള്ളിയിൽ നിന്നാണ് ഈ അസുരൻ ജനിച്ചത് എന്ന് പറയപ്പെടുന്നു. യുദ്ധമധ്യേ ഈ അസുരന് ദേവന്മാർ വളരെ പണിപ്പെട്ട് ഭൂമിയിലേക്ക് തള്ളിയിട്ടു. അയാളുടെ ശക്തിയുടെ മഹത്വത്താൽ അത് ഭൂമിയൊട്ടാകെ വ്യാപിക്കുകയും അതിവേഗത്തിൽ ഭൂമി ചുറ്റിക്കറങ്ങാൻ ഇടയാകുകയും ചെയ്തു. ഇതിന്റെ ഭ്രമണ വേഗതയാൽ ഭൂമിയിലെ സകല ജീവജാലങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടായി. മഹർഷിമാരും ദേവന്മാരും ബ്രഹ്മാവിനെ കണ്ട് സങ്കടമുണർത്തിച്ചു. വാസ്തുപുരുഷന്റെ അവയവങ്ങളിൽ പ്രവേശിച്ച് അയാളെ കീഴ്പ്പെടുത്തുവാൻ ദേവന്മാരോട് ബ്രഹ്മദേവൻ ആജ്ഞാപിച്ചു. ഈശാനകോണിൽ ശിരസും നിറൃതികോണിൽ പാദങ്ങളുമായി വാസ്തുപുരുഷനെ മലത്തിക്കിടത്തിയിട്ട് ദേവന്മാർ അവയവങ്ങളിൽ പ്രവേശിച്ചപ്പോൾ വാസ്തുപുരുഷന്റെ ദ്രുതഗതിയിലുള്ള ഭ്രമണം പെട്ടെന്ന് നിലച്ചു. ചരാചരമിതം സർവം ത്വയാ സ്തുഷ്ടം ജഗത്പ്രഭോ വിനാപരധേന ചമാം പീഡയന്തി സുരാദൃശ്യം എന്നാണ് പറയുന്നത്. അതായത് ഈ സർവലോകത്തെയും അങ്ങാണല്ലോ സൃഷ്ടിച്ചിട്ടുള്ളത്. നിരപരാധിയായ എന്നെ ദേവന്മാർ ബലാത്കരേണ ഉപദ്രവിക്കുന്നു എന്ന് വാസ്തുപുരുഷൻ ബ്രഹ്മദേവനോട് പരാതി പറഞ്ഞു. അദ്ദേഹത്തിന്റെ നിസ്സഹായതയിൽ മനസ്സലിഞ്ഞ് ബ്രഹ്മദേവൻ വാസ്തുപുരുഷനെ അനുഗ്രഹിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു: വാസ്തുപൂജാം പ്രകൂർവീത ഗൃഹാരംഭ പ്രവേശനേ ദുരാഭിവർദ്ധനേ ജൈവ പ്രസാദാവിദധാ എന്ന്. അതായത് വീട് പണിയുമ്പോഴും വീട്ടിൽ പ്രവേശിക്കുമ്പോഴും വാതിൽ വയ്ക്കുമ്പോഴും ക്ഷേത്രാദികളുടെ ആരംഭ അവസാന കാലഘട്ടങ്ങളിലും മനുഷ്യർ വാസ്തുപൂജയും ബലിതർപ്പണങ്ങളും ചെയ്ത് നിന്നെ തൃപ്തിപ്പെടുത്തുന്നതാണ്. വാസ്തുപുരുഷനെ സംശയകരമായ ഭാവം കണ്ട് തന്റെ വരദാനം ശ്രേഷ്ഠമാക്കുന്നതിന് വേണ്ടി വിശ്വബ്രഹ്മദേവൻ ഇപ്രകാരം കൂടി കൂട്ടിച്ചേർത്തു. അദ്ദേഹത്തോട് പറഞ്ഞു: മേൽപ്പറഞ്ഞ കാലങ്ങളിലും മറ്റും വാസ്തുപൂജ ചെയ്യാത്തവർ നിനക്ക് ആഹാരമായി തീരട്ടെ എന്ന് പറഞ്ഞു. ഇങ്ങനെ ഗൃഹാരംഭ സ്ഥാപനം, ഗൃഹപ്രവേശനം, ക്ഷേത്രസ്ഥാപനം തുടങ്ങിയ സമയത്ത് മനുഷ്യർ ചെയ്യുന്ന പൂജാ നിവേദ്യങ്ങൾ സ്വീകരിച്ച് സന്തുഷ്ടനായി പറമ്പിനും ക്ഷേത്രഗൃഹാദികൾക്കും സുരക്ഷ നൽകിക്കൊണ്ട് വാസ്തുദേവൻ നിലകൊള്ളുന്നു എന്നാണ് പ്രമാണം. ഏത് കാര്യങ്ങളുടെയും, ഭൂമി സംബന്ധമായ ഏത് കാര്യങ്ങളുടെയും തുടക്കത്തിൽ ഭൂമിക്ക് വാസ്തുപൂജ ചെയ്യണമെന്നും തന്മൂലം ഐശ്വര്യവർദ്ധനവും സമാധാനവും ഉണ്ടാകുമെന്നും ഇതിലൂടെ നമുക്ക് ചിന്തിച്ചു വരാം. യുക്തിപരമായി ചിന്തിച്ചാലും ഭൂമിയും ഗ്രഹവും തമ്മിലുള്ള വിവിധ കാരണങ്ങളാൽ ഉണ്ടാകുന്ന വൈകല്യങ്ങൾ, അവയുടെ കുറവും ഗണിതത്തിലെ പിശകും പരിഹരിക്കപ്പെടാൻ ലളിതമായ മാർഗം വാസ്തുപുരുഷൻ അനുകൂലമായിട്ടുള്ള സ്ഥിതികളെ ഉണ്ടാക്കിയെടുക്കുക എന്നതാണ്. കഷ്ടതകൾ ഉണ്ടാകുന്ന ഗ്രഹത്തിൽ വാസ്തുപൂജ ചെയ്യുമ്പോൾ വാസ്തുപുരുഷൻ പ്രസാദിക്കുകയും സകല കഷ്ടതകളിൽ നിന്നും മാറ്റിമറക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വാസ്തുപൂജയെക്കുറിച്ചും
വാസ്തുധർമ്മത്തെക്കുറിച്ചും ആചരണ വിധികളെക്കുറിച്ചും വിശ്വകർമ്മ കുലത്തിൽപ്പെട്ട ഏതൊരാളും അറിഞ്ഞിരിക്കുകയും പഠിച്ചിരിക്കുകയും ചെയ്യേണ്ടതാണ്. ഇന്ന് ദുഃഖകരമായ ഒരു അവസ്ഥ, വിശ്വകർമ്മ കുടുംബങ്ങളിൽ ഒരു വീടിനെ കുറ്റിയടിക്കാനോ ഒരു വീടിന് സ്ഥാനം കാണാനോ വരുന്നത് വിശ്വകർമ്മജരല്ല എന്നുള്ളതാണ്. എല്ലാ സ്ഥലത്തും ഇല്ല, ഭൂരിപക്ഷ സ്ഥലങ്ങളിലും അങ്ങനെയാണ് കണ്ടുവരുന്നത്. കാരണം വാസ്തുശാസ്ത്രത്തെക്കുറിച്ച് പഠിക്കാനോ അത് ആചരണ വിധികളിലൂടെ ജീവിതചര്യയായി മുന്നോട്ട് കൊണ്ടുപോകാനോ വരുന്ന തലമുറകളെ അത് പഠിപ്പിക്കാനോ നമ്മുടെ ആളുകൾക്ക് സാധിക്കുന്നില്ല എന്നതാണ് സത്യം. കുലാചാര ധർമ്മം പാലിക്കുന്ന എത്ര പേര് നമ്മൾക്കിടയിലുണ്ട്? വളരെ ചുരുക്കമേ ഉള്ളൂ. കാരണം എൻ്റെ പൊന്നു സ്വാമി, ഇതൊക്കെ പറഞ്ഞാൽ ആരെങ്കിലും കേൾക്കുമോ? ഇതൊക്കെ പറഞ്ഞാൽ ആർക്കെങ്കിലും അത് ഉൾക്കൊള്ളാൻ സാധിക്കുമോ? ചോദ്യം ഇതാ. കാരണം എന്താ? നമുക്ക് കടിച്ചു പറിക്കാനും ഒരിച്ചിരി സേവിക്കാനും ഒക്കെ ഒരവസരം കിട്ടണം. അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജീവിതം മുന്നോട്ട് പോകുകയുള്ളൂ എന്ന അവസ്ഥയിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. സനാതന ധർമ്മം നമ്മെ പഠിപ്പിക്കുന്നത് വിശ്വകർമ്മജർ മാത്രമല്ല, ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും ശൂദ്രനും എല്ലാവരും ആചാര അനുഷ്ഠാനങ്ങൾ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടവരാണ് എന്ന് തന്നെയാണ്. ആചാരാനുഷ്ഠാനങ്ങളിൽ സാത്വികമായ ചര്യകളെയാണ് മനുഷ്യനായി ജനിച്ചവൻ എല്ലാവരും പാലിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എവിടെയെങ്കിലും പൊതുവേദികളിൽ പറഞ്ഞാൽ പിന്നെ അടുത്ത തവണ പ്രഭാഷണത്തിന് ആരും വിളിക്കില്ല. ഇപ്പൊ തന്നെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും, സ്വാമിനെ കൊണ്ട് ഇനി ഇങ്ങനെ ലൈവ് വിടിയിക്കേണ്ട ആവശ്യമില്ല എന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നും. കാരണം ഉള്ളത് പറയാലോ, സ്വാമിമാർക്കിത് പറയാം. അവരിറച്ചിയില്ല, മീനില്ല, മുട്ടയില്ല, വെള്ളടിയില്ല, ബീഡിയോലിയില്ല. അവര് വളരെ ഒന്നും വേണ്ടാത്തൊരവസ്ഥയിൽ പോകുന്ന ആളുകളാണ്. ഞങ്ങളൊക്കെ കുടുംബമായിട്ട് ജീവിക്കുന്നവരാണ് എന്നാണ് പറയുക. വാസ്തുപുരുഷനും ദിക്കുകളും തമ്മിലുള്ള ചേർച്ച അത് വളരെ ചുരുങ്ങിയ വാചകങ്ങളിൽ, ചുരുങ്ങിയ രീതിയിൽ നമ്മളൊന്ന് പഠിച്ചു നോക്കിയാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങളിൽ അതിലൂടെ അറിയാൻ സാധിക്കും. ഇപ്പൊ നമ്മൾ കിഴക്ക് ദിക്കിലേക്ക് നോക്കൂ. കിഴക്ക് ദിക്ക് ദേവരാജാവായ ദേവേന്ദ്രനാണ് കിഴക്കിന്റെ ആധിപത്യം. അതിനെ ഇന്ദ്രദിക്ക് എന്നോ അല്ലെങ്കിൽ പ്രാണശക്തി ദിക്ക് എന്നൊക്കെ പറയുന്നത് കേൾക്കാം. ഈ ദിക്കിലേക്ക് തുടങ്ങിയിട്ടാണ് സൂര്യ നമസ്കാരം തുടങ്ങിയ ആചാരാനുഷ്ഠാനങ്ങൾക്ക് പ്രാധാന്യം. ഈ ദിക്കിന്റെ ബീജാക്ഷരം ലം എന്നതാണ്. ഈ ദിക്കിന്റെ ബീജാക്ഷര മന്ത്രം ഓം ലം ഇന്ദ്രായ നമഃ എന്നാണ് ഇതിന് ഗണനത്തിൽ ആദ്യത്തിന് നൽകിയിരിക്കുന്ന മന്ത്രം. മേടം, ചിങ്ങം, ധനു എന്നീ രാശികളിൽ ഈ ദിക്കിലേക്കാണ് ആ രാശികൾ വരുന്നത്. അതുപോലെ തന്നെ തെക്ക് കിഴക്ക് ഭാഗം നമ്മളെപ്പോഴും ചിന്തിക്കാറുണ്ട്, തെക്ക് കിഴക്ക് വഴി പാടില്ല, അതുപോലെ വീടിന്റെ അഗ്നികോണാണ്, വീടിന്റെ മൂലയിൽ അവിടെ പ്രധാനപ്പെട്ട മുറി പാടില്ല എന്നൊക്കെ പറയുന്നത് കേൾക്കാറില്ലേ? അപ്പോൾ അഗ്നികോൺ എന്നറിയപ്പെടുന്ന ഈ ദിക്കിന്റെ അധിപൻ പരിശുദ്ധിയുടെ പര്യായമായ അഗ്നിദേവനാണ്. ഈ ദിക്കിന്റെ ബീജാക്ഷര മന്ത്രം രം എന്നാണ്. ഓം രം അഗ്നായ നമഃ എന്നാണ് അതിന്റെ മന്ത്രം. ഈ ദിക്ക് ചന്ദ്രൻ എന്ന ഗ്രഹത്തിന്റെ അധിപതിയാണ്. ഇനി തെക്ക് ഭാഗത്തേക്ക് വരാം. നമുക്കൊരു പ്രദക്ഷിണമായിട്ട് വേണമല്ലോ വരാൻ. അപ്പൊ തെക്ക് ഭാഗത്ത് ധർമ്മത്തിനും സദ്ഗുണത്തിനും പേര് കേട്ടതായ മൃത്യുവിന്റെ, അതായത് യമന്റെ ആധിപത്യത്തിൽ വരുന്ന സ്ഥലം അതാണ്. അപ്പോൾ അവിടത്തെ അക്ഷരം എന്തായിരിക്കും? രം വന്നു, ലം വന്നു, രം വന്നു. ഇനി വരുന്നത് ശം എന്നാണ്. ശം എന്നാണ്. ഈ ബീജാക്ഷരമുള്ള ദിക്കാണ് തെക്ക്. ഇതിനെ അഭിമുഖീകരിച്ച് ഒരിക്കലും നിലവിളക്ക് കത്തിച്ച് വെക്കരുത് എന്ന് പ്രസിദ്ധമായ ഒരു പ്രമാണം നമുക്ക്
കാരണവന്മാർ, മുതിർന്നവർ നൽകിയിട്ടുണ്ട്. ഓം ശം യമദേവായ നമഃ, അതാണ് ആ ദേവന്റെ മന്ത്രം. ഈ ദിക്ക് മകരം, ഇടവം, കന്നി എന്നീ രാശികളിൽ ഈ ദിക്ക് പെടുകയാണ്. പിന്നെയുള്ളത് തെക്ക് പടിഞ്ഞാറ് മൂലയാണ്. അപ്പോൾ അസുരന്മാരുടെ ദേവനായ നിരുതി ദേവനാണ് ഈ ദിക്കിന്റെ അധിപൻ. അദ്ദേഹമോ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ഒരു വാക്കാ, എല്ലാവർക്കും ഒന്നും പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ക്ഷമ എന്നതിന്റെ ഷം എന്നതാണ് അതിന്റെ ബീജാക്ഷരം. ഓം ഷം നിര്യതിയേ നമ എന്നാണ് ഇതിന്റെ മന്ത്രം. ഇത് ഒരു ആരാധനാ മന്ത്രമാണ് കേട്ടോ. ബുധനാണ് ഈ ദിക്കിന്റെ ആധിപത്യം. ഇനി നേരെ പുറകിൽ, കിഴക്കിന്റെ നേരെ പുറകിൽ പടിഞ്ഞാറ് ഭാഗമാണ് കാണേണ്ടത്. വൃഷ്ടിയുടെ ദേവൻ, അതായത് ജലദേവൻ വരുണന്റെ ദിക്കാണ് പടിഞ്ഞാറ് ദിക്ക്. ജ്യോതിഷത്തിൽ ഗുരു ആധിപത്യം വഹിക്കുന്ന വം എന്ന അക്ഷരം ആരാധനാ മന്ത്രമായി ഇതിന് വരുന്നു. അതുകൊണ്ട് തന്നെ ഓം വം വരുണായ നമഃ എന്നാണ് ഈ മന്ത്രത്തിന്റെ, ഈ വരുണന്റെ മന്ത്രം. അതുപോലെ തന്നെ മിഥുനം, തുലാം, കുംഭം എന്നീ രാശികളിലാണ് ഈ ദിക്ക് വരുന്നത്. ഇനിയിപ്പോ പടിഞ്ഞാറ് പറഞ്ഞു. ഇനിയുള്ളത് വടക്ക് പടിഞ്ഞാറ് മൂലയാണ്. വായുദേവന്റെ ദിക്കാണ് വടക്ക് പടിഞ്ഞാറ് മൂല. ശുക്രനാണ് ഈ ദിക്കിന്റെ അധിപതി. ഇതിനെ യം എന്ന് ബീജാക്ഷരം. അദ്ദേഹത്തെ ഓം വായുദേവായ നമഃ എന്നതാണ് അദ്ദേഹത്തിന്റെ മന്ത്രവും. ധനസമ്പത്ത് സമൃദ്ധിയുടെ ദേവനായ കുബേരന്റെ ദിക്കാണ് അടുത്തത്. എവിടെയാണ്? വടക്ക് ദിക്ക്. വടക്ക് ദിക്ക് കുബേരന്റെ സമ്പത്താണ്. ജ്യോതിഷത്തിൽ കർക്കിടകവും വൃശ്ചികവും മീനവും രാശികളിൽപ്പെടുന്ന ഈ വടക്ക് ദിക്കിന്റെ ആധിപത്യ ഗ്രഹം ശനിയാണ്. അതിന് ബീജാക്ഷരം നമ്മൾ പറഞ്ഞിട്ടില്ല. അതിന്റെ ബീജാക്ഷരം സം എന്നതാണ്. ഓം സം കുബേരായ നമഃ. നമ്മൾ ചൊല്ലാറില്ലേ, കുബേരായ വൈശ്രവണായ മഹാരാജായ നമഃ. അതുപോലെ ഓം സം കുബേരായ നമഃ. ഇനി വടക്ക് കിഴക്ക് മൂലയാണ് ഇനി അവസാനമായിട്ടുള്ളത്. ഈശാനകോൺ എന്നറിയപ്പെടുന്ന ഈ ദിക്കിന്റെ അധിപൻ മൃത്യുഞ്ജനായ സാക്ഷാൽ ഭഗവാനാണ്. ഈശ്വരൻ, ഗംഗാധരൻ എന്നീ വിവിധ പേരുകളിൽ അറിയപ്പെടുന്ന ഈശാനനാണ് ഹം എന്ന ബീജാക്ഷര മന്ത്രത്തോടെ കാണപ്പെടേണ്ടത്. ഓം ഹം ഈശാനായ നമഃ എന്നതാണ് അദ്ദേഹത്തിന്റെ ആരാധനാ മന്ത്രം. ജ്യോതിഷ ഭാഗത്ത് രാഹുവിനാണ് ഈ ദിക്കിന്റെ ആധിപത്യമുള്ളത്. അപ്പോ നമ്മളെവിടെ ഈ ദിക്കുകളെ കുറിച്ച് 1, 2, 3, 4, 5, 6, 7, 8 അഷ്ടദിക്കുകളെ കുറിച്ചും നമ്മൾ കുറച്ച് സമയം കൊണ്ടൊന്ന് ചിന്തിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ചിന്തിക്കേണ്ടത് വാസ്തുപുരുഷനും നമ്മളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചൊക്കെ പഠിക്കേണ്ടതിന് മുൻപേ നമ്മൾ അറിയേണ്ട ചില കാര്യങ്ങളുണ്ട്. അതുകൂടി ഒരു നിമിഷം നമുക്കൊന്ന് ചിന്തിക്കാം. നമ്മൾ ക്ഷേത്രങ്ങളിലൊക്കെ പോകുന്നവരല്ലേ? ക്ഷേത്രത്തിൽ പോകുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? സാധാരണ ആരാധന, പ്രാർത്ഥന എന്നിവയൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ പോകുന്ന ആളുകളെ കണ്ടു കഴിഞ്ഞാൽ അവരെ ക്ഷേത്രത്തിൽ പോകുന്നവരെ കണ്ടാൽ നമസ്കരിക്കണമെന്നാണ് പറയാ. കാരണം അങ്ങനെ ആരും പോകാറില്ല. പോണത് എന്തിനാ? ഓരോരോ പ്രശ്നങ്ങൾ മുമ്പിൽ വരുമ്പോൾ മാത്രമാണ് നമ്മൾ ക്ഷേത്രങ്ങളിൽ പോകുന്നത്. സന്തോഷം ഉണ്ടാകുമ്പോൾ നമ്മൾ ക്ഷേത്രത്തിൽ പോകാറില്ല. അപ്പോൾ പോയിട്ട് എവിടെയെങ്കിലും പോയി 1 കിലോ പോത്ത് അല്ലെങ്കിൽ 2 കിലോ കോഴി മേടിച്ച് നമ്മൾ അത് ആഘോഷിക്കാൻ ശ്രമിക്കും. ഏതെങ്കിലും വിധത്തിൽ 10 രൂപയുടെ കാശ് നഷ്ടപ്പെടുകയോ മൊബൈലിന്റെ ഗ്ലാസിന്റെ ഡിസ്പ്ലേ പൊട്ടുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അപ്പോൾ പോവും അമ്പലത്തിൽ.
ഒരു 200 രൂപയുടെ വഴിപാടെങ്കിലും അവിടെ കഴിക്കും. ഇതിൻ്റെയൊക്കെ കാരണം നമ്മുടെ ഗ്രഹങ്ങളിൽ വരുന്ന ദോഷങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ വാസ്തുവിനെ കുറിച്ചോ ഒക്കെ നമ്മൾ ചിന്തിക്കും. പക്ഷേ നമ്മുടെ സ്വഭാവത്തിൽ വരുന്ന ദോഷങ്ങളെക്കുറിച്ച് ആരും ചിന്തിക്കില്ല. ഈ വാസ്തുപുരുഷൻ തന്നെയാണ് നമ്മുടെ ശരീരത്തിലുമുള്ളത്. അത് നമ്മൾ പഠിക്കണം. നമ്മൾ വീട് വെക്കാൻ ഉപയോഗിക്കുന്ന സ്ഥലവും അതുപോലെ തന്നെ വാസ്തുയോഗ്യമായ സ്ഥലമായിരിക്കണമെന്ന് ശാസ്ത്രം നമ്മുടെ പൂർവികരായ ഗുരുക്കന്മാർ പറഞ്ഞിട്ടുണ്ട്. ദീർഘചതുര അവസ്ഥയിലിരിക്കുന്ന ഒരു സ്ഥലത്ത് നമ്മളൊരു വീട് വെച്ചാൽ എങ്ങനെയാ? അതായത് വീതിയുടെ ഇരട്ടി നീളം അല്ലെങ്കിൽ ദീർഘചതുരം ആകൃതിയിൽ വരുന്ന ഒരു വസ്തുവിൽ ഗൃഹനിർമ്മാണത്തിന് യോഗ്യമായ ഒരു വസ്തു തന്നെയാണ്. ഇവിടെ ധനധാന്യ വർധനവാണ് ഇവിടെ വീട് വെച്ചാൽ ഉണ്ടാകുന്ന ഫലം. അതുപോലെ തന്നെ സമചതുരത്തിലുള്ള വസ്തുക്കളിൽ വീട് വെച്ചാൽ നീളവും വീതിയും തുല്യമായി വരുന്ന 4 കോണുകൾക്ക് വ്യത്യസ്തങ്ങളായ സമചതുര വാസ്തുശാസ്ത്രത്തിൻ്റെ അതിൻ്റെ പ്രത്യേക അംഗീകാരം അതിനുണ്ട്. മനുഷ്യാലയങ്ങൾക്കും ദേവാലയങ്ങൾക്കും ഒരുപോലെ പ്രധാനമാണ് ഇങ്ങനെയുള്ള സ്ഥലം. അതുപോലെ ത്രികോണമുള്ള സ്ഥലത്ത് ഇപ്പം 3 കോണുകളായിട്ട് തിരിഞ്ഞിരിക്കുന്ന മൂലയൊക്കെ ചിലർ വീട് വയ്ക്കാനും വ്യാപാര വ്യവസായ സ്ഥാപനങ്ങൾ തുടങ്ങാനും ഒക്കെ നമ്മൾ വാങ്ങാറുണ്ട്. അപ്പോൾ പേര് സൂചിപ്പിക്കുന്നത് പോലെ 3 കോണുകൾ ഉള്ളതാണ് ഈ സ്ഥലം. പക്ഷെ ഇങ്ങനെയുള്ള സ്ഥലത്ത് വീട് വെച്ചാൽ അവിടെ ദോഷങ്ങൾ ഉണ്ടാകും. അവിടെ സ്ഥാപനങ്ങൾ വെച്ച് കഴിഞ്ഞാലും ദോഷങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് ഈ സ്ഥലം വാസയോഗമോ അല്ലെങ്കിൽ വ്യാപാര സ്ഥാപനം തുടങ്ങാനോ യോഗ്യമല്ല. പിന്നെ വർദ്ധക വസ്തുക്കളുണ്ട് കേട്ടോ. അതായത് വീതിവശമുള്ള അഗ്രങ്ങൾ ഇങ്ങനെ വട്ടത്തിൽ റൗണ്ടിൽ ഞാനിപ്പോൾ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ മൊബൈലാണ്. ഇത് കണ്ടോ, ഈ മൊബൈലിൻ്റെ ഈ മൂല ഇതുപോലെ വൃത്തത്തിൽ വരുന്ന വസ്തുക്കളുള്ള സ്ഥലം അത് ദോഷകരം മാത്രമല്ല ഗുണകരവുമല്ല. അതായത് മധ്യമമായ ഗുണഫലങ്ങൾ ഗൃഹവാസിക്ക് ഇതുമൂലം ലഭിക്കും. എന്നാൽ വടക്ക് തെക്ക് ഭാഗങ്ങൾ ഇത്തരത്തിലായാൽ അതൊരു വിനോദഗ്രഹമായും വിശ്രമഗൃഹവുമായും ഒക്കെ നമുക്ക് നിർമ്മിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ പീഠരൂപത്തിലുള്ള വസ്തുക്കൾ, ഭൂമി തെക്ക് വടക്ക് ഭാഗം അകത്തേക്ക് വളഞ്ഞിരിക്കുന്ന ഭൂമി, അങ്ങനെയുള്ള ഭൂമി ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് വീടിന് ചേരുന്നതാണ്. അതുപോലെ വിഷമഭാഗ വസ്തുക്കളായിട്ടുള്ള ഭൂമി 4 വശങ്ങളും ഒരേ അളവിലുള്ള നീളം ഇല്ലാതിരുന്നാൽ അതിനെ വിഷമഭാഗ വസ്തു എന്നാണ് പറയുക. അങ്ങനെയുള്ള വസ്തുവിനെ നമ്മൾ സാധാരണ ചെയ്യുക ഏകഭാവത്തിലേക്ക്, നമ്മൾ ഒന്നെങ്കിൽ സമചതുരത്തിലേക്ക് അതല്ലെങ്കിൽ ദീർഘചതുരത്തിലേക്ക് ആ ഭൂമിയെ കൊണ്ടുവരും. ബാക്കി അത് ദിശ മാറി കോണായിട്ടൊക്കെ കിടക്കുന്ന ഭൂമിയായിരിക്കും. അപ്പോൾ അതിനെ ഏകമായിട്ട് നമ്മൾ കൃത്യമായ അളവിലേക്ക് കൊണ്ടുവന്ന് അവിടെ വീട് വെക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ അങ്ങനെയുള്ള ഭൂമി ശുദ്ധീകരിക്കേണ്ടത് ഏറെ ആവശ്യകരമാണ്. വൃത്തരൂപത്തിലുള്ള ഭൂമിയിലും നമ്മൾ വീട് വെക്കാൻ സാധ്യമല്ല. പക്ഷെ അങ്ങനെയുള്ള സ്ഥലത്ത് നമ്മൾ കക്കൂസ്, ശൗചാലയം, അതുപോലെ രാഷ്ട്രീയ പാർട്ടികളുടെ സംഘടനാ ഓഫീസുകളൊക്കെ തുടങ്ങാൻ പറ്റിയ സ്ഥലം അത് തന്നെയാണ്. തമാശ രീതി പറയുന്നതല്ല. വൃത്തരൂപത്തിലുള്ള സ്ഥലം എപ്പോഴും വട്ടം ചുറ്റിക്കുന്നതാണെന്നാണ് പറയുക. അപ്പോൾ രാഷ്ട്രീയ പാർട്ടികളുടെ സ്ഥിരം പരിപാടി അതാണല്ലോ. നമ്മൾ ചിന്തിച്ച് നോക്കുമ്പോൾ അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും വൃത്താകൃതിയിലുള്ള ഭൂമി വീട് വെക്കാൻ യോഗ്യമുള്ളത് അല്ല. ഷഡ്ഭുജ വസ്തുക്കളുണ്ട്, അതുപോലെ അഷ്ടഭുജ വസ്തുക്കളുണ്ട്. ഷഡ്ഭുജ വസ്തുക്കൾ എങ്ങനെയാ? ഷഷ്ടാഷ്ടമേ മരണവിനിയോഗ വൈരദുഃഖം ബലം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് 8 ദിക്കുകളിലുള്ള 8 ഭാഗങ്ങളായിട്ട് ഇങ്ങനെ കിടക്കുന്ന ഒരേ ഭൂമി, അങ്ങനെയുള്ള ഭൂമിയിൽ നമ്മൾ വീട് വെച്ചാൽ മരണതുല്യമായ ക്ലേശവും പിന്നെന്താണ് വൈരദുഃഖം
വീട് വെച്ചാലും ഇല്ലെങ്കിലും നമുക്കുണ്ടാകുന്ന ഒരു പരിപാടിയാണ്. എല്ലാവരും ഓടും ദേഷ്യവും പിണക്കവും അസൂയയും വൈരാഗ്യവും ഒക്കെ. അപ്പോൾ ഇങ്ങനെയുള്ളിടത്ത് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വൈരമുണ്ടാകും എന്നാണ് പറയുക. ശത്രുവർദ്ധനമുണ്ടാകും. അതുപോലെ മരണകരമായ അവസ്ഥകൾ ഉണ്ടാവും. പരസ്പരം കലഹിച്ച് ഭാര്യാഭർത്താക്കന്മാർ വേർപിരിഞ്ഞു പോകും എന്നാണ് ഇതിലൂടെ പറയുന്ന ശാസ്ത്രം. പിന്നെ അണ്ഡവൃത്താകൃതിയിലുള്ള സ്ഥലം, അണ്ഡമറിയാം, കോഴിമുട്ടയുടെ ഒക്കെ രൂപം, ആ രൂപത്തിലുള്ള സ്ഥലത്ത് വീട് വെച്ച് കഴിഞ്ഞാൽ അണ്ഡാകൃതിയിലുള്ള വസ്തു മനുഷ്യവാസ യോഗമല്ല. പക്ഷേ ചർച്ചുകൾ, മോസ്കുകൾ, ട്യൂഷൻ സെന്ററുകൾ ഇവയൊക്കെ ഇതിന് ഉപയോഗിക്കാൻ പറ്റുന്ന സ്ഥലമാണ്. ബഹുഭുജ രൂപ വസ്തുക്കൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ എന്താണ് പറയാ അതിനിപ്പോ കാണിച്ചു തരാൻ പറ്റിയത്, ഇത് കണ്ടില്ലേ, ഇങ്ങനെയൊക്കെ കിടക്കുന്ന ഇതുപോലെയൊക്കെ ഇരിക്കുന്ന ഇങ്ങനെ വളഞ്ഞ് അങ്ങനെയൊക്കെ ഇരിക്കുന്ന അവസ്ഥയിലുള്ള ഭൂമിയിൽ അതിന്റെ ദിക്ക് അത്രയൊന്നും എണ്ണാൻ പറ്റില്ല. ചിലപ്പോൾ 8 കാണും, 12 കാണും, 16 കാണും. അങ്ങനെയുള്ള ഭൂമിയിൽ വീട് വെച്ചാൽ അയൽവാസികളിൽ നിന്നും ഉപദ്രവം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അയൽവാസികൾ നമ്മളുമായിട്ട് ഇടയാൻ സാധ്യതയുണ്ട് എന്നതാണ് അതിനുള്ള സ്ഥലം. അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന തബല, മൃദംഗം എന്നീ വസ്തുക്കളുടെ രൂപത്തിലിരിക്കുന്ന സ്ഥലം എങ്ങനെയാ? അടിവശം സ്വല്പം ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ ഇരുന്നിട്ട് മുകളുവശം ഇങ്ങനെ പരന്നിരിക്കുന്ന അങ്ങനത്തെ ഭൂമി. അത്തരം ഭൂമിയിൽ വീട് വെച്ച് കഴിഞ്ഞാൽ ദാരിദ്ര്യാദി ദുഃഖധനദാശ ഫലം, ദാരിദ്ര്യവും നിത്യദുരിതവും ധനച്ചോർച്ചയും ഉണ്ടാകുമെന്നാണ് അത് പറയുന്നത്. അതുപോലെ നാഗപൃഷ്ഠം എന്ന രൂപത്തിലിരിക്കുന്ന വസ്തു, അത് കിഴക്ക് പടിഞ്ഞാറ് നീളത്തില് തെക്ക് വടക്ക് വീതി കുറഞ്ഞ വസ്തുവിനെയാണ് നാഗപൃഷ്ഠം എന്ന് പറയുന്നത്. ഒരിക്കൽ കൂടി പറയാം, തെക്ക് വടക്ക് വീതി കുറഞ്ഞ് കിഴക്ക് പടിഞ്ഞാറ് നീളത്തിൽ കിടക്കുന്ന വസ്തുവിനെയാണ് നാഗപൃഷ്ഠം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള സ്ഥലത്ത് വീട് പണിതാൽ ഭാര്യാഹാനി, ദുർമരണം, പുത്രനാശം എന്നിവ സംഭവിക്കാം. 13 രൂപങ്ങളിലുള്ള വസ്തുക്കളാണ് പിന്നെയുള്ളത്. മുൻവശം നീളം കുറഞ്ഞ, പിൻവശം വീതി കൂടുതൽ, കാകമുഖി, അങ്ങനെയുള്ള വസ്തുക്കൾ ഗൃഹവാസത്തിന് യോജിച്ചതാണ്. തെക്കേ വശത്തേക്ക് നീണ്ടിരിക്കുന്ന വസ്തു താമസിക്കുന്നവർക്ക് അകാല മരണം ഉണ്ടാക്കാം. ആ വസ്തു ഗൃഹനിർമ്മിണി നമ്മൾ ചെയ്യരുത്. പടിഞ്ഞാറേ വശം വടക്കോട്ട് നീളക്കൂടുതലുള്ള വസ്തുവിൽ വീട് വെച്ചാൽ വരവിനേക്കാൾ കൂടുതൽ ചിലവുണ്ടാകും. ചിലപ്പോൾ വീട് വെച്ച് കഴിഞ്ഞിട്ട് 6 മാസത്തിനുള്ളിൽ ആ വീട് വിറ്റ് കടം തീർത്ത് അവസാനം ഒന്നുമില്ലാത്ത അവസ്ഥയിൽ പോകേണ്ടി വരും. വസ്തുവിന്റെ തെക്ക് ഭാഗം കിഴക്ക് ദിക്കിലേക്ക് നീണ്ടിരുന്നാൽ അവിടെ ഒപ്പിക്കാം, വീട് വെക്കാം എന്നുള്ളത് ശരിയാ. പക്ഷെ അത് മധ്യമമായിട്ട് മാത്രമേ സൂചിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്യണം? കിഴക്ക് ഭാഗം വീതി കൂടുതലും തെക്ക് ഭാഗം വീതി കുറവുമായിട്ട് വരുന്ന കോണായിട്ട് വരുന്നത് നമ്മൾ അത് സമചതുരമോ ദീർഘചതുരമോ ആക്കി ആ ഭൂമിയെ പാകപ്പെടുത്തി എടുത്തിട്ട് വേണം വീട് വെക്കാൻ. വസ്തുവിന്റെ പടിഞ്ഞാറ് ഭാഗം വടക്ക് ദിക്കിലേക്ക് നീണ്ടിരുന്നാൽ, ഇപ്പൊ നേരത്തെ പറഞ്ഞതിന്റെ ഓപ്പോസിറ്റ് നീണ്ടിരുന്നാൽ ആ വസ്തുവിൽ സ്ത്രീകൾക്ക്, ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീകൾക്ക് വീട് വെച്ച് താമസിക്കാൻ ഏറ്റവും യോഗ്യമാണ്. അപ്പോ വാസ്തുശാസ്ത്രമായി വാസ്തുപുരുഷൻ എങ്ങനെയായിരിക്കും എന്നും അതുപോലെ ഏതൊക്കെ ദിക്കിലേക്ക് വീട് വെച്ച് താമസിച്ചാലാണ്, ഏതൊക്കെ ദിക്കുകളിലുള്ള സ്ഥലങ്ങളിൽ വീട് വെക്കാമെന്നും നമ്മളിപ്പോൾ ചിന്തിച്ചു കഴിഞ്ഞു. ഒറ്റ പറച്ചിലിൽ നമുക്കിത് ചിലപ്പോൾ ഒന്നും മനസ്സിലായില്ല. കാരണം ഇതൊക്കെ പഠിക്കേണ്ടതാണ്. നമ്മൾ ഇത് പഠിപ്പിക്കാനാണ് നമുക്ക് ഒരുപാട് ആചാര്യന്മാർ നമുക്കുണ്ട്. നമ്മുടെ കേരളത്തിൽ തന്നെ നിരവധി വാസ്തു ആചാര്യന്മാർ, വളരെ സ്ഥപതിമാർ, നല്ല നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് സ്ഥപതിമാർ, പൂജനീയരായവർ നമ്മുടെ ഭാരതത്തിലുണ്ട്. കേരളത്തിൽ തന്നെ നിരവധി ആളുകളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ആചാര്യന്മാരെ സമീപിച്ച് കൃത്യമായ ആചാരാനുഷ്ഠാനങ്ങളെ കുറിച്ച് നിങ്ങൾ ഓരോരുത്തരും പഠിക്കാൻ ശ്രമിക്കുക. അതുപോലെ പ്രത്യേകിച്ച് നമ്മൾ എടുത്തു പഠിക്കേണ്ട ഒരു വിഷയം,
ഇതൊക്കെ ആണെങ്കിലും ഒരു വിശ്വകർമ്മജൻ പഠിച്ചിരിക്കേണ്ട ഒരു ശാസ്ത്രമാണ് മാനപ്രമാണം. മാനപ്രമാണം എന്ന് പറയുമ്പോൾ അത് വളരെ ചിന്തിച്ചു പഠിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. ഇന്ന് പല രൂപത്തിലും പല ഭാവത്തിലുമുള്ള അളവുകളാണ് നമ്മുടെ ഭാരതത്തിലുള്ളത്. ഏത് ദിക്കിൽ ചെന്നാലും ആ ദിക്കിൻ്റെതായ അനുസരിച്ച് അങ്കുലങ്ങൾക്കും യവത്തിനും വിരലിനും ഒക്കെ മാറ്റങ്ങൾ സംഭവിക്കാം. അപ്പോൾ ഒരേ അളവിലുള്ള മുഴക്കോലൊന്നും നമുക്ക് ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. അപ്പം അങ്ങനെയുള്ള ദിക്കുകളെ ഏകീകരിപ്പിച്ച് ആ ദിക്കുകളെ മാനപ്രമാണത്തിലൂടെ കൃത്യമായി പഠിപ്പിക്കുന്ന ഒരു പഠന ശിബിരം ഈ വരുന്ന 2024 ജനുവരി 7-ാം തീയതി കോഴിക്കോട് ടൗണിൽ ആരാധന ഓഡിറ്റോറിയത്തിൽ വെച്ച് വിശ്വബ്രഹ്മ സമൂഹ മഠത്തിന്റെ നേതൃത്വത്തിൽ നടക്കുകയാണ്. ഈ പഠന ശിബിരത്തിൽ നിങ്ങൾ പങ്കെടുത്താൽ എന്താണ് വാസ്തുശാസ്ത്രം, എന്താണ് കുലാചാരം എന്നതിനെ കുറിച്ച് പഠിക്കുവാൻ നിങ്ങൾക്ക് അവസരമുണ്ട്. വളരെ ഏറെ കാലത്തെ പരിശ്രമ പഠനങ്ങൾക്കൊടുവിൽ ഗുരുക്കന്മാരുടെ അനുഗ്രഹത്തോടുകൂടി നടത്തപ്പെടുന്ന ഈ വാസ്തുശാസ്ത്ര പഠന ശിബിരം അത് നമ്മൾ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഒന്ന് പകർത്തിയെടുക്കാൻ നമ്മൾ ശ്രമിക്കേണ്ടതാണ്. ഇതുപോലുള്ള ക്ലാസുകൾ നമ്മുടെ സൗഹൃദ വേദിയിലൂടെയും നമുക്ക് ആരംഭിക്കേണ്ടതുണ്ട്. വിശ്വബ്രഹ്മ സമൂഹ മഠത്തിന്റെ പീഠാധീശരായ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എല്ലാ വിശ്വകർമ്മജരും വാസ്തുശാസ്ത്രം, കുലാചാരധർമ്മം എന്നിവ പഠിക്കണം. മറ്റുള്ളവരെ അത് പഠിപ്പിക്കുവാൻ നമ്മൾ തയ്യാറാവണം. കാരണം ബ്രാഹ്മണന്റെയും വൈശ്യന്റെയും ശൂദ്രന്റെയും ക്ഷത്രിയന്റെയും ഒക്കെ ഗുരുക്കന്മാരുടെ സ്ഥാനത്താണ് ഓരോ വിശ്വകർമ്മജനും ഇരിക്കുന്നത്. വാസ്തുശാസ്ത്രത്തെ കൃത്യമായി കൈകാര്യം ചെയ്തുകൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയാൽ, നമ്മൾ മറ്റുള്ളവർക്ക് അത് ആചരിക്കാൻ പഠിപ്പിച്ചാൽ, അതുപോലെ കുലാചാരധർമ്മത്തെ അനുസരിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയി നമ്മൾ നമ്മളെ തന്നെ ഒന്ന് പഠിക്കാൻ ശ്രമിച്ചാൽ അത് നമുക്ക് ഏറ്റവും അനുഗ്രഹമുള്ള ഒരു അവസരമായി മാറും. അങ്ങനെ മാറാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. 1-2 പേര് കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ മൊബൈലൊക്കെ എടുത്തപ്പോൾ എന്നോട് പറഞ്ഞിരുന്നു, സ്വാമി ഇതിലേക്ക് വരുന്നുണ്ട് എങ്കിൽ സ്വാമി ഒരു കീർത്തനമൊക്കെ പാടണം, ഒരു പാട്ട് പാടേണ്ടതുണ്ട് എന്ന് പറഞ്ഞു. പാട്ട് പാടണമെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടോ? ഇന്നലെ രാത്രി 3 പേര് എനിക്ക് മെസ്സേജ് വിട്ടു. അതൊന്ന് സ്വാമി സമർപ്പിക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞ്. അപ്പൊ ആരാണോ മെസ്സേജ് വിടുന്നത്, ആരെങ്കിലും മെസ്സേജ് വിട്ടാൽ ഞാൻ പാടി കേൾപ്പിക്കാം, എനിക്കറിയാവുന്ന പോലെ. രഘു PS, നീളം വീതിയിൽ ഏറെയുള്ള രീതി സമം. അനീഷ് ജി വന്നിട്ടുണ്ട്. അപ്പോൾ ശരി, എല്ലാ സുഹൃത്തുക്കളായ സജ്ജനങ്ങൾക്കും നമസ്തേ. നമുക്ക് ഇനി ഇതുപോലെ ഒഴിവുള്ള ഒരു സമയം, ഒഴിവുണ്ടായിട്ടല്ല, നിങ്ങളോടൊപ്പം കുറച്ച് സമയം ഇരുന്നില്ലെങ്കിൽ നമ്മുടെ മനീഷ് മണിയൊക്കെ ഒരുപാട് പ്രസ് ചെയ്ത് സ്വാമി ഒന്ന് വാ എന്ന് പറഞ്ഞ് അദ്ദേഹം കൊണ്ടുവന്നതാണ്. നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ വാക്കുകളിലൂടെ വിഷമമുണ്ടാകുന്ന രീതിയിലോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ സ്നേഹത്തിന്റെ ഇതിൽ പറഞ്ഞതാണ് എന്ന് ഓർക്കുക. നമുക്ക് സനാതനധർമ്മം നിലനിൽക്കണം. അതിനുവേണ്ടി ഏറ്റവും അധികം പ്രയത്നിക്കേണ്ട ഒരു വിഭാഗമാണ് വിശ്വകർമ്മജർ.
അങ്ങനെ നമ്മുടെ കുടുംബം, നമ്മുടെ കുലം, നമ്മുടെ ഗോത്രം, നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് മനു, മയ, തുഷ്ട, ശില്പി, വിശ്വജ്ഞ ഈ 5 പേരും ഒന്നിച്ചു നിന്നുകൊണ്ട് നമ്മുടെ ഭാരതത്തിന്റെ പൈതൃകത്തെ ഉയർത്തി കാണിക്കാനും നമ്മുടെ സംസ്കാരത്തെ വളർത്തിയെടുക്കാനും നമ്മൾ ശ്രമിക്കണം. നമ്മുടെ പൈതൃകത്തിന്റെ മറ്റൊരു വലിയൊരു നിലപാട്, നമ്മൾ സൃഷ്ടിച്ച ഒരു വലിയൊരു സൃഷ്ടി അടുത്ത ദിവസം അവിടെ പ്രതിഷ്ഠ നടക്കുകയാണ്. അതുപോലുള്ള നിരവധി സൗധങ്ങൾ ഉയരാൻ നമുക്കിടയാവട്ടെ. അവിടെ അയോധ്യ രാമക്ഷേത്രം നിർമ്മിക്കുന്നു. അതിന്റെ തൊട്ടടുത്ത് തന്നെ 22 കിലോമീറ്റർ അകലത്തിൽ ഒരു മനോഹരമായ പ്രൗഢഗംഭീരമായ ഒരു മുസ്ലിം പള്ളി, അതിന്റെ നിർമ്മാണവും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നിരവധി സ്ഥലങ്ങളിൽ ക്രിസ്ത്യൻ പള്ളികളാണെങ്കിലും മുസ്ലിം പള്ളിയാണെങ്കിലും അമ്പലങ്ങളാണെങ്കിലും വീടുകളാണെങ്കിലും സ്കൂളുകളാണെങ്കിലും നമ്മളൊക്കെ വേണം അത് നിർമ്മിക്കാൻ. അപ്പൊ നമുക്ക് ആരോട് വിരോധമില്ലാതെ എല്ലാവരെയും സ്നേഹിച്ച് സന്തോഷത്തോടെ സ്നേഹത്തോടെ എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട്, എന്നാൽ നമ്മുടെ സംസ്കാരത്തെ നമ്മൾ തള്ളിപ്പറയാതെയും നമ്മുടെ സംസ്കാരത്തെ ആരെക്കൊണ്ടും തള്ളിപ്പറയാതെയും മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം. ഓം വിരാട് വിശ്വബ്രഹ്മണേ നമഃ. ശങ്കരാചാര്യ ഭഗവത്പാദരുടെ അനുഗ്രഹം, നമ്മുടെ കുലഗുരുവിന്റെ തുഷ്ടപുത്രനായ കുലഗുരുവിന്റെ അനുഗ്രഹം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ. എല്ലാവർക്കും നന്മകൾ ലഭിക്കട്ടെ. നമസ്തേ നമസ്തേ.